Good morning, all of you. Welcome to SAS Academy. ഇന്ന് നമ്മൾ CBSE എയ്ത്തിന്റെ ഫസ്റ്റ് ഹിന്ദി ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. ചാപ്റ്റർ നെയിം ധ്വനി. ध्वनि कविता की रचयिता है सूर्यकांत त्रिपाठी निराला जी. कविता पर जाने से पहले कवि के बारे में जानकारी लेना जरूरी होती है, इसीलिए पहले हम सूर्यकांत त्रिपाठी निराला जी के बारे में कुछ बातें देखते हैं. ठीक है. सूर्यकांत त्रिपाठी निराला जी एक छायावादी कवि हैं. निराला जी एक ऐसे कवि है जो गद्य और पद्य दोनों पर समान अधिकार रखते हैं. उन्होंने प्रकृति सौंदर्य, श्रृंगार, प्रेम, राष्ट्र प्रेम आदि विषयों पर कविताएं लिखी हैं. इनकी कुछ कविताएं लोगों को उत्साह से भर देती हैं. इस तरह की एक कविता है ध्वनि भी, क्योंकि ध्वनि कविता द्वारा कवि ने युवा पीढ़ी को इंस्पायर करना चाहते हैं. നിരാലാജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരാലാജി एक ഛായാവാദി കവിയാണ്. അദ്ദേഹം ലേഖകൻ എന്ന രൂപത്തിലും അതുപോലെ തന്നെ കവി എന്ന രൂപത്തിലും ഒരുപോലെ സ്ഥാനം സാഹിത്യത്തിൽ നിലനിർത്തുന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ കവിതകളിലെ പ്രമുഖ വിഷയങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതി സൗന്ദര്യം, ശൃംഗാരഭാവം, പ്രേമഭാവം, രാഷ്ട്രപ്രേം ഇതെല്ലാമാണ്. അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ ജനങ്ങളിലേക്ക് ഉത്സാഹം നിറയ്ക്കാനായി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള ഒരു കവിതയാണ് ധ്വനി കവിതയും. ഈ കവിതയിലൂടെ അദ്ദേഹം യുവജനങ്ങളിലേക്ക് അവരെ ഇൻസ്പയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. യുവജനങ്ങളിൽ അവരുടെ ലക്ഷ്യബോധം ഉണർത്തിയെടുക്കാൻ അദ്ദേഹം ഈ കവിതയിലൂടെ ശ്രമിക്കുകയാണ്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ പേരാണ് ധ്വനി. ധ്വനി मतलब क्या है? आप लोग जानते हैं ना ध्वनि मतलब क्या है? ധ്വനി मतलब ആവാസ്, സൗണ്ട്, ശബ്ദം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ധ്വനി എന്ന് പറയുന്നത്. ओके, आप सब जानते हैं ध्वनि आवाज. आवाज शब्द से ही हम लोग कुछ कनेक्शन जैसे हमें भी सोचना लगेगा, क्योंकि एक चैप्टर का या कविता का टाइटल जब ऐसे होते हैं तो थोड़ा सा कनेक्शन उस कविता से तो जरूर होती है ना. അതായത് ഒരു കവിതയിൽ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു കവിതയിലെ എന്താണുള്ളതെന്നുള്ളതിനെ നമുക്കൊന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു കണക്ഷൻ തരുന്ന രീതിയിലുള്ള ഒരു ടൈറ്റിലാണ് നമുക്ക് ഇവിടെയും തന്നിട്ടുള്ളത്. സാധാരണ കവിതകളിലുള്ളതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ധ്വനി, സൗണ്ട്, ആവാസ്, ശബ്ദം. ആരുടെ ആവാസാണ്? ആരുടെ ശബ്ദമാണ്? कवि के आवाज, कवि के अंदर से आते जो आवाज है, उनके अंदर से आते जो आवाज है, उस आवाज को ही इस कविता द्वारा हमारे सामने लाने की कोशिश कर रही है निराला जी ने. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമാണ് നമുക്ക് ഈ കവിതയിലുടനീളം കാണാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹം നമ്മളോട് പറയാൻ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ സ്വയം പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കവിതയ രൂപത്തിൽ തന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, अभी न होगा मेरा अंत, अभी अभी ही तो आया है, मेरे वन में मृदुल वसंत, अभी न होगा मेरा अंत. अभी न होगा मेरा अंत. ഇപ്പോഴൊന്നും എന്ത് സംഭവിക്കില്ല? मेरा अंत अभी नहीं होगा. എന്റെ അവസാനം ഇപ്പോഴൊന്നും സംഭവിക്കില്ല. अभी अभी तो ही हमारे जीवन में जो मृदुल वसंत आ गई है, तो मेरे जीवन में जो अभी अभी जो मृदुल वसंत आ गई है, इसीलिए मेरे जीवन में क्या हो गई है? एक नए शुरुआत हुई है. तो इसीलिए मेरे अंत अभी नहीं होगा, क्योंकि मेरे जीवन में कई तरह की कठिनाइयों को, समस्याओं को झेल कर सामने करते हुए ही मैं अपने जीवन में आगे बढ़ गई है. अभी तक मैं अपनी लक्ष्य पाई नहीं है, इसीलिए कवि यहाँ कह रही है कि मेरे जीवन में एक नई शुरुआत आई है. कैसे आई है वो शुरुआत? एक मृदुल वसंत जैसे मेरे जीवन में एक शुरुआत आई है. वो तो अभी अभी ही मेरे जीवन में वो मृदुल वसंत जैसी शुरुआत आई है, इसीलिए मेरे जीवन में अभी अंत नहीं होगा. ऐसे बता रही है यहाँ कवि ने. कवि എന്താണ് പറയുന്നത്? अभी न होगा मेरा अंत, എന്റെ അവസാനം ഇപ്പോൾ സംഭവിക്കില്ല. എന്തുകൊണ്ടാണ്? എന്റെ ജീവിതത്തിൽ मेरे जीवन में, मेरे कवि जीवन में क्या आई है? मृदुल वसंत आई है. എന്റെ ജീവിതത്തിൽ എന്ത് വന്നിരിക്കുകയാണ്?
ആഗ്രഹിക്കുകയാണ് ഒരു പുതിയ തുടക്കം. മൃദുല വസന്ത്, വസന്ത് എന്ന് പറഞ്ഞാൽ ഋതുരാജാണ് വസന്ത് എന്ന് പറയുന്നത്. അത്ര നല്ല സീസൺ ആണ് വസന്ത് സീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു സ്പ്രിംഗ് സീസൺ എല്ലാം എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും സുന്ദരമായിട്ടുള്ള സീസൺ ആണ് സ്പ്രിംഗ് സീസൺ. ആ സീസൺ ആണ് വസന്ത് കാലം എന്ന് പറയുന്നത് ഹിന്ദി में. उस വസന്ത്, वो മൃദുൽ വസന്ത് മേരെ ജീവൻ മേ അഭി ആയി ഹെ. അത്തരത്തിലുള്ള മൃദുലമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ആ ഒരു സ്പ്രിംഗ് സീസൺ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടക്കം എൻ്റെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിന് ഇപ്പോഴൊന്നും അന്ത്യമുണ്ടാകുകയില്ല എന്ന് ആര് പറയുകയാണ്? കവി നമ്മളോട് പറയുകയാണ്. ഹരേ ഹരേ യേ പാദ് डालियां कलियां कोमल गाद, मैं ही अपना स्वप्न मृदुल कर फेरूंगा निद्रित कलियों पर, जगा एक प्रत्यूष मनोगर. वसंत के आने से जिस तरह प्रकृति में चारों ओर पेड़ों पर हरे भरे पत्ते आ गए हैं, उनकी डालियों पर कोमल कलियां आ गई हैं, पूरा वृक्ष ही नए नए कोमल पत्तों से ढक गया है. इससे लगता है कि उसका शरीर कोमल हो गया है. प्रकृति में चारों ओर जो कोमलता या एक मृदुलता फैल गई है, उसी प्रकार कवि के जीवन में भी क्या उत्साह का संचार फैला हुआ है या उत्साह का संचार हो उड़ा है. इसीलिए कवि ऐसे बोल रही है. കവി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വസന്ത്, സ്പ്രിംഗ് സീസണിന്റെ ഒരു പ്രത്യേകതയാണ് ഇനി നമ്മുടെ ഈ സെക്കൻഡ് സ്റ്റാൻസിയിൽ പറഞ്ഞിരിക്കുന്നത്. സ്പ്രിംഗ് സീസണിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹരേ ഹരേ യേ പാദ്, ആ ഒരു പച്ചപ്പ് നിറഞ്ഞ പത്യാം മത്ലബ് ഇലകൾ നിറഞ്ഞിട്ടുള്ള, അതായത് വസന്തകാലങ്ങൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ ചെയ്യുന്നത്? മരങ്ങളിലെല്ലാം നല്ല നല്ല പച്ചപ്പ് നിറഞ്ഞ ഇലകൾ വരുന്നു, ഡാലിയാം കലിയാം മൊട്ടുകൾ വരുന്നു, കോമൾ ഗാദ്, അതായത് വളരെ കോമൾ മത്ലബ് മൃദുലമായിട്ടുള്ള, കോമൾ മത്ലബ് മൃദുലമായിട്ടുള്ള, അത്രയും മൃദുലമായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നേ ശരീർ, വൃക്ഷങ്ങളുടെ ആ ഒരു ഭാഗങ്ങൾ, ആ ഒരു ശരീരം എന്ന് പറയുന്നത് വളരെ സുന്ദരമാണ് ഈ സ്പ്രിംഗ് സീസണിൽ കാരണം വൃക്ഷങ്ങളിലെ പുതിയ പുതിയ ഇലകൾ വരുന്നു, അതിലെ വൃക്ഷങ്ങളുടെ ആ ചില്ലകൾ, ആ ഒരു ബ്രാഞ്ചസ് വളരെയധികം മനോഹരമായി മാറുന്നു, അതിൽ ചെറിയ ചെറിയ നല്ല മൊട്ടുകൾ വരുന്നു. ആ ഒരു ശരീരം, അതായത് അത്രത്തോളം ഭംഗിയാർന്ന ആ ഒരു ശരീരം ആർക്ക് കൈവരികയാണ്? വസന്ത സീസണില്, ആ സ്പ്രിംഗ് സീസണില് ഒരു വൃക്ഷത്തിന് കൈവരികയാണ് അല്ലേ? മേഹി അപ്നാ സ്വപ്ന മൃദുല कर भेरूंगा निद्रित कलियों पर जगा एक प्रत्यूष मनोहर. यहाँ पहले जो दो लाइन है, ആ രണ്ട് വരിയിലൂടെ കവി എന്താ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? അദ്ദേഹം പറയുന്നത് ഇതേമാതിരി ഇത്തരത്തിൽ ഒരു വസന്തകാലത്തിൽ എങ്ങനെയാണോ ഒരു വൃക്ഷത്തിന് ഇത്രത്തോളം ഭംഗി വരുന്നത്, സുന്ദരത വരുന്നത്, അതേമാതിരി उसी प्रकार कवि के जीवन में भी क्या आई है? उत्साह का संचार हो रही है. अच्छे कार्यों के माध्यम से यश का പ്രസാർ करना वो चाहते हैं. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും വളരെയധികം ഉത്സാഹം നിറഞ്ഞ ആ ഒരു കാലഘട്ടം എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതിലൂടെ अपनी कार्यों के माध्यम से, उनकी कार्य क्या होते हैं? रचनात्मक कार्य होते हैं അല്ലെ? എഴുതുന്നതായിരിക്കും അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് രചനകൾ എഴുതുക എന്ന് പറയുന്നതാണ് അല്ലെ? അപ്പോൾ അദ്ദേഹത്തിന്റെ രചനകളിലൂടെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ അദ്ദേഹം ഉസ് രചന के माध्यम से अपनी यश को प्रसार करना चाहते हैं. ഈ രചനകളിലൂടെ എന്താണ്? പ്രോത്സാഹനം നൽകാൻ ആഗ്രഹിക്കുന്നു, ഇൻസ്പൈറേഷൻ നൽകാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം ഈ കവിതകളിലൂടെ ചെയ്യുന്നത്, രചനകളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. मैं ही अपना स्वप्न मृदुल कर फेरूंगा निद्रित कलियों पर जगा एक प्रत्यूष मनोहर. मैं कैसे होती है? वह अच्छे कार्यों के माध्यम से यश का प्रसार करना चाहते हैं, है ना? वह अपने स्वप्निल हाथों को रात की निद्रा से अलसाई कलियों पर क्या करना चाहते हैं? फेरना चाहते हैं. वो उस अलसाई कलियों पर फेरना चाहते हैं और तथा उन्हें सुंदर प्रभात का संदेश देना चाहता है. അദ്ദേഹം ഇങ്ങനെ ഈ സ്വപ്ന മൃദുലമായിട്ടുള്ള കൈകൾ കൊണ്ട്, സ്വപ്ന മൃദുല കർസെ, मैं ही अपना स्वप्न मृदुल करसे, അദ്ദേഹത്തിന്റെ സ്വപ്ന മൃദുലമായിട്ടുള്ള കൈകൾ കൊണ്ട് എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? നിദ്രിത കലിയും, നിദ്രിത് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ,
ഉറക്കത്തിൽ പെട്ടുപോയ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ആ ഒരു പൂർണ്ണതയിലേക്ക് എത്താതെ ഇപ്പോഴും ആ ഒരു മയക്കത്തിൽ തന്നെ, ആലസ്യത്തിൽ തന്നെ, ആ ഒരു എന്താ പറയണേ, ആലസ്യം, മടി പിടിച്ച് അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കലികളെ, മൊട്ടുകളെ ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്? മൃദുൽ കർ സേ വോ മേ ഫെറൂങ്ക മേ ഉൻ സബ്കോ, എന്റെ മൃദുലമായ, സ്വപ്നതുല്യമായ മൃദുലമായ എന്റെ കൈകൾ കൊണ്ട് ഞാൻ അവരെ എല്ലാം മൂടും, അല്ലെങ്കിൽ അവരെ എല്ലാം തലോടും. ആർ ക്യാ കരേഗ ഉൻ സബ്കോ മേ ജഗാ ദൂങ്ക, അവരെ എല്ലാം ഉണർത്തും. എന്തിലേക്കാണ് ഞാൻ ഉണർത്തുന്നത്? ഏക് നയേ സുന്ദർ പ്രഭാത് കാ സന്ദേശ് ദേത്തെ ഹുയെ ഉൻ സബ്കോ മേ ജഗാനാ ചാഹത്താ ഹൂം, ഒരു പുതിയ ഒരു ഉണർവ്, പുതിയ ഒരു തുടക്കം, അല്ലെങ്കിൽ പുതിയ ഒരു പ്രഭാതത്തിലേക്ക് ഞാൻ അവരെ ഉണർത്തിയെടുക്കുമെന്നാണ് ആര് പറയുന്നത്? കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജैसे उन्होंने क्या देना चाहते हैं, इन सारे कलियों जो निद्रित कलियां है उन सबको अपने मृदुल कोमल हाथों से फेर कर उन्हें एक प्रत्यूष, एक नए सुंदर प्रभात का സന്ദേശ് ദേന ചാത്തെ ഹെ. അർത്ഥാത് അദ്ദേഹം ഇതിലൂടെ എന്താണ് നമുക്കൊരു മീനിങ് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, അർത്ഥാത് നിരാലാജി निराशा एवं आलस्य में डूबे नव युवकों को अपनी कविताओं के माध्यम से प्रेरित करके उन्हें क्या करना चाहते हैं? उत्साह से भर देना चाहते हैं. അദ്ദേഹം ഇവിടെ നമുക്ക് അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്ന നമ്മൾ കണ്ടു വായിക്കുന്നതായിരിക്കില്ല യാഥാർത്ഥികമായിട്ട് അദ്ദേഹം നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു മീനിങ്, അല്ലെങ്കിൽ ആ ഒരു സന്ദേശം എന്ന് പറയുന്നത്. അതിലൂടെ തീർച്ചയായും ഒരു ഇന്നർ മീനിങ് ഉണ്ടാവും അദ്ദേഹത്തിന്റെ കവിതകൾ. അതേമാതിരി ഇവിടെ അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് നമുക്ക് കവിതയിലൂടെ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്, വസന്തകാലം എൻ്റെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വസന്തത്തിൽ ഒരു വൃക്ഷത്തിൽ പുതിയ പുതിയ ഇലകൾ വരുന്നത് പോലെ, പുതിയ പുതിയ മൊട്ടുകൾ വരുന്നത് പോലെ, വളരെ ഭംഗിയായിട്ടുള്ള ഒരു വൃക്ഷത്തിന്റെ ശരീരം പോലെ ആയിരിക്കുന്നു ഞാനും ഇപ്പോൾ. ഞാൻ വസന്തകാലം എൻ്റെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എന്നിലെത്തിയ ആ വസന്തകാലത്തിന് ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്? ഉറങ്ങിക്കിടക്കുന്ന മൊട്ടുകളിലേക്ക് തലോടിക്കൊണ്ട്, എൻ്റെ സ്വപ്നതുല്യമായ കൈകൾ, മൃദുലമായ കൈകൾ കൊണ്ട് തലോടിക്കൊണ്ട് അവരെ ഒരു പുതിയ ഒരു പ്രഭാതത്തിലേക്ക് ഞാൻ ഉണർത്താനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഞാൻ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ഞാൻ അവരെ ഉണർത്തുന്നു, ഒരു പുതിയ പ്രഭാതത്തിന്റെ സന്ദേശം അവർക്ക് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉന്നോനെ ആലസ്യമേ ഡൂബേ നവയുഗോങ്കോ, അതായത് നമ്മുടെ നമ്മുടെ യുവാക്കൾ എന്ന് പറയുന്നത് അങ്ങ് അലസ്യമായിട്ട് മടി പിടിച്ചങ്ങ് ആകെ ഉറങ്ങിയ മട്ടിലാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നതിനെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തി ഇല്ലാതെ, സ്വന്തം ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കാതെ ആകെ മടി പിടിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ മടി പിടിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന യുവാക്കളിൽ അദ്ദേഹം എന്ത് നൽകാനാണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ ഒരു വസന്തകാലത്തിന്റെ ആ ഒരു ഭാഗത്തിനെ അദ്ദേഹം അവരിലേക്കും കൂടി എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത്? അപ്നി കവിതാओं के माध्यम से वो उन्हें मैं प्रेरित करना चाहती हूँ. എൻ്റെ ഈ കവിതകളിലൂടെ ആ യുവാക്കളെ ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്? അവരെ എല്ലാം മോട്ടിവേറ്റ് ചെയ്യാൻ, പ്രേരിത് കർണ ചാഹത്തെ ഹെ, അവരെ എല്ലാം ഉണർത്താൻ, അല്ലെങ്കിൽ അവർക്കെല്ലാം പ്രചോദനം നൽകാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. മേരെ ജീവൻ കെ ജോ ഉത്സാഹ കോ मैं उन लोगों पर भी भरना चाहते हैं. എൻ്റെ ജീവിതത്തിലെ ഈ ഒരു ഉത്സാഹത്തിനെ, വസന്തകാലമാകുന്ന എൻ്റെ ജീവിതത്തിലെ ഒരു ഉത്സാഹത്തിനെ ഞാൻ യുവാക്കളിലേക്കും എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? യുവാക്കളിലേക്കും ഞാൻ പകർന്നു നൽകാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് കവി ഈ സ്റ്റാൻസയിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. पुष्प पुष्प से तंद्रालस लालसा खींच लूंगा मैं, अपनी नवजीवन का अमृत सहर्ष सींच दूंगा मैं. पुष्प पुष्प से तंद्रालस लालसा खींच लूंगा मैं. पुष्प ഞാൻ പറഞ്ഞില്ലേ, निराला जी यहाँ युवकों के बारे में हमारे सामने, युवकों के जो आलस्य को मिटाकर उनमें तंदुरुस्त, चुस्त बनाना चाहते हैं उनके जीवन में, है ना. तो यहाँ पुष्प के माध्यम से युवकों का रूप हमारे सामने चाहता है. पुष्प शब्द के माध्यम से, पुष्प जैसे, पुष्प मतलब युवक, ആ ഒരു യുവാക്കൾ, ഉൻകെ തന്ത്രാലസ്, ആ ഒരു ആലസ്യം, അവരുടെ ആ ഒരു മടിയെ, ഉസ്കി ജോ ലാൽസ ഹെ, ആ ഒരു അലസതയെ, ഖീഞ്ച് ലൂങ്കാ മേ, ഞാൻ
मिटा दूंगा, मैं उन सबको मिटा दूंगा। उन सारे युवकों के जो तंद्रालस को, उनकी जीवन की जो आलस्य को, जो निराशा को मैं क्या कर दूंगी, मैं മിട്ടാ दूंगी. യുവാക്കളുടെ ജീവിതത്തിലെ അവരുടെ ആ ഒരു നിരാശയെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മടിയെ, ആ ഒരു ആലസ്യ ഭാവത്തിനെ ഞാൻ എന്ത് ചെയ്യും, നീക്കും. എന്നിട്ട് എന്ത് ചെയ്യും, अपनी नव जीवन का अमृत सहर्ष सिंच दूंगा मैं. अपनी नव जीवन का अमृत, അദ്ദേഹത്തിന്റെ उनके जीवन में जो वसंत ऋतु आ गई है, उनके जीवन में जो वसंत ऋतु, ऋतुराज वसंत का जो जो का जीवन उनके जीवन में आ गई है, उन सब के जो, उन वसंत के अमृत से वो क्या करना चाहते हैं, इन युवकों पर भी उस अमृत को സീഞ്ച് देना चाहते हैं. അവരിലേക്കും കൂടി പകർന്നു നൽകാനായിട്ടാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എന്തിനെയാണ് പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ആ വസന്തകാലത്തിന്റെ ആ ഒരു അമൃതനെ, ആ ഒരു उत्साहത്തിനെ അദ്ദേഹം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, युवाओं की, युवा लोगों की जीवन में मैं सींच देना चाहते हैं. जो उत्साह को मैं उन लोगों के अंदर भी भर देना चाहती हूँ. ആ ഒരു ഉത്സാഹത്തിനെ അദ്ദേഹം യുവാക്കളുടെ ഉള്ളിലേക്കും നിറയ്ക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. द्वार दिखा दूंगा फिर उनको, है मेरे बेजहां आनंद, अभी न होगा मेरा अंत. मैं क्या करना चाहता हूँ, मैं उन सभी को अपने लक्ष्य पाने के लिए सक्षम करना चाहता हूँ. मैं द्वार दिखा दूंगा, मैं उनको जो द्वार दिखा दूंगा, फिर उनको है मेरे वे जहां आनंद, अभी न होगा मेरा अंत. അപ്പോ ഞാൻ അവരെ എന്തിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്, मैं वो द्वार दिखा दूंगा, ആ ഒരു വാതിൽ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. എങ്ങനെയുള്ള വാതിലാണ്, ലക്ഷ്യ പാനെ के लिए उन्हें सक्षम बनाना चाहते हैं. അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവരെ ഞാൻ ഇൻസ്പയർ ചെയ്യും. എങ്ങനെയാണ് അദ്ദേഹം ഇൻസ്പയർ ചെയ്യുന്നത്, कवि है तो उनकी रचनाओं के माध्यम से, उनकी कविताओं के माध्यम से युव लोगों को, युव पीढ़ी को एक नया रास्ता दिखाना चाहते हैं. जिस रास्ते से चलेंगी तो क्या पाएगी वो लोग, अपने लक्ष्य को सक्षम कर पाएगी. इसीलिए कवि उन नव युव पीढ़ियों को अपने जीवन में एक लक्ष्य पाने के लिए, अपनी जीवन के लक्ष्य पाने के लिए सक्षम बनाना चाहते हैं. इसीलिए वो कहते हैं कि ये मेरे लक्ष्य हैं. അവരിലോട്, അവർക്ക് അവരുടെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി, അവരുടെ ജീവിതത്തിലെ ആ ഒരു ആലസ്യതയും, അവരുടെ ജീവിതത്തിലെ ആ ഒരു മടിയെയും നിരാശയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട്, അവരുടെ ജീവിതത്തിലേക്ക് എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വസന്തകാലത്തിന്റെ ആ ഒരു ഉത്സാഹത്തിനെ, ആ ഒരു അമൃതത്തിനെ ഞാൻ അവരിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് അവർക്ക് പുതിയൊരു വാതിൽ, പുതിയൊരു റാസ്ത, പുതിയൊരു വഴി കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയുള്ള വഴിയാണ്, ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും, അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഹേ മേരെ ബേജഹാ ആനന്ദ്, അഭി ന ഹോഗാ മേരാ അന്ത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ഇതാണല്ലേ. അദ്ദേഹം സ്വന്തം രചനകളിലൂടെ സമൂഹത്തിലെ യുവപീഠിയിലേക്ക്, അല്ലെങ്കിൽ സമൂഹത്തിലെ യുവാക്കളിലേക്ക് ഉത്സാഹം നിറച്ച് അവരെ ലക്ഷ്യപ്രാപ്തിയിലെത്താനാണ്, എത്തിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്കും അദ്ദേഹത്തിന് എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അഭി അഭി മേരെ ജീവൻ മേ ജോ വസന്ത് ആ ഗയി ഹൈ, जो अभी अभी जो मेरे जीवन में जो मृदुल वसंत आ गई है, इसीलिए मेरे अंत अभी नहीं होगा, आगे भी कई मैं दूर मुझे जाना है मेरे लक्ष्य पाने के लिए. അല്ലെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വസന്ത ഋതു എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ശുരുവാത്, एक नए शुरुआत हुई है. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഒരു പുതിയ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നേറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹവും ഇതുവരെ അദ്ദേഹത്തിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. ഇവരെല്ലാം അവരുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ നൽകാൻ ആഗ്രഹിക്കുകയും, അതുപോലെ തന്നെ वो क्या भी करना चाहते हैं, वो अपनी रास्ता पाना चाहते हैं, अपनी लक्ष्य पाऊंगी, और साथ ही साथ उन युवा पीढ़ियों को अपनी लक्ष्य पाने के लिए सक्षम करना चाहते हैं. സ്വന്തം ലക്ഷ്യത്തിൽ എത്താനും അതുപോലെ തന്നെ യുവാക്കളെ അവരെ ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ടുള്ള ആ ഒരു ക്ഷമത അവരിൽ ഉണർത്തിയെടുക്കാനുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സോ इस कविता के द्वारा कवि नव युवक पीढ़ियों को, कवि
ध्वनि नामक इस कविता में कलियाम एवं पुष्पों के माध्यम से कवि ने देश के युवकों को चुस्त और जागरूक बनाना चाहते हैं। और इस कविता में हमें वो भी देखने के लिए भी मिलते हैं। ആ ഒരു പുതിയ നമ്മുടെ ഈ ദേശത്തിലെ യുവാക്കളിൽ അവരിൽ വളരെ ഉത്സാഹം നിറച്ചുകൊണ്ട് അവരെ കൂടുതൽ ഇൻസ്പയർ ചെയ്തുകൊണ്ട് അവരെ ഉണർത്തിയെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരവരുടെ ലക്ഷ്യം പ്രാപ്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ലക്ഷ്യത്തിൽ അവരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരെ ഇൻസ്പയർ ചെയ്യാനാണ് അദ്ദേഹം ഈ കവിതയിലൂടെ ശ്രമിച്ചിരിക്കുന്നത്. ओके, सो एक अच्छे से कविता है ध्वनि। ध्वनि इतना ही है उसका एक्सप्लेनेशन। मुझे लगता है आप सबको मेरे इस क्लास अच्छे से समझ में आए होगी। तो हम आगे इनका जो क्वेश्चन आंसर्स है उस पर चलते हैं, ठीक है। कविता से मैं आप लोगों को तीन क्वेश्चन यहाँ दिया गया है। देखिए, पहला क्वेश्चन है, कवि को ऐसे विश्वास क्यों है कि उसका अंत अभी नहीं होगा? कवि क्यों ऐसे विश्वास करती है कि उसका अंत अभी नहीं होगा, है ना? कवि हमारे इस कविता में विश्वास रखती है कि उसका अंत अभी नहीं होगा. क्यों? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഇപ്പോൾ സംഭവിക്കില്ല എന്ന് അങ്ങനെ ഒരു വിശ്വാസം വെച്ചു പുലർത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം അദ്ദേഹത്തിൽ അങ്ങനെ ഒരു വിശ്വാസമുള്ളത് എന്തുകൊണ്ടാണ്? कवि का अंत अभी नहीं होगा क्योंकि कवि ऐसा विश्वास करते हैं ना। क्यों उसे ऐसा विश्वास इसीलिए है क्योंकि कवि जीवन के प्रति निराश नहीं है, वह उत्साह और ऊर्जा से भरा हुआ है। उसके उपवन में अभी वसंत का आगमन हुआ है। उसे युवकों को क्या करना है? उत्साहित करने और जैसे वो अनेक कार्य करने हैं और स्वयं की रचनाओं तथा कार्यों की खुशबू चारों और उन्हें क्या करना है? उस खुशबू को, उसकी रचनाओं की खुशबुओं को चारों ओर उन्हें बिखेरना है या फेरना है. ठीक है, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോൾ എന്നും എന്റെ ജീവിതം അവസാനിക്കില്ല എന്ന് പറയുന്നത്? അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിരാശയില്ല. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ആകെ ഊർജ്ജസ്വലമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്സാഹം നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു തുടക്കം വന്നെത്തി കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് ഒരു വസന്തകാലം എത്തിക്കഴിഞ്ഞിരിക്കുന്നത്, അല്ലെ? അതിലൂടെ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്? യുവ പീഡിയോ കോ ഉത്സാഹിത് കർണേ ജൈസേ കാര്യവും കർണാ ചാഹത്തെ ഹൈ. യുവാക്കളെ ഉത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അവരെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്തിലൂടെ? अपनी रचनाओं के माध्यम से, अपनी कविताओं के माध्यम से युवा पीढ़ियों को चुस्त और उत्साहित, तंदुरुस्त, चुस्त और उत्साहित करना चाहते हैं. അവരെല്ലാം വളരെയധികം ഇൻസ്പയർ ചെയ്ത് അവരെല്ലാം ഉഷാറാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ അദ്ദേഹം പൂർണ്ണമായി എത്തിച്ചേരാതെ ഒരിക്കലും അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നത്. सेकंड क्वेश्चन, फूलों को अनंत तक विकसित करने के लिए कवि कौन कौन सा प्रयास करता है? फूलों को अनंत तक विकसित करने के लिए, ആ ഒരു പൂക്കളെ കാലങ്ങളോളം അതിനെ അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കവി കോൺ കോൺ സാ പ്രയാസ് करते हैं, കവി എന്തെല്ലാം പ്രയത്നങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, അല്ലെ? फूलों को अनंत तक विकसित करने के लिए वो क्या करते हैं तथा उनकी महक बनाए रखने के लिए कवि उनका आलस्य छीन लेना चाहते हैं, वह उन्हें अनंत समय तक खिले रहने के लिए प्रेरित करना चाहता है, वह उनकी आंखों की बोझलता दूर करना चाहता है और कभी उन फूलों को अपनी नव जीवन के अमृत से अभिषेचित करना ചാത്ത ഹെ, അല്ലെ? അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു കവി എന്താ ചെയ്യുന്നത്. ആ ഒരു സെക്കൻഡ് സ്റ്റാൻസ് തേർഡ് സ്റ്റാൻസയിൽ നോക്കിയ കവി പൂക്കളെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്? അതിലെ ആ ഒരു ആലസ്യത്തെ നീക്കിക്കൊണ്ട് അതിലേക്ക് തന്നിലുള്ളവായിട്ടുള്ള ആ ഒരു ഉത്സാഹത്തിനെ നിറച്ച് കാലാകാലങ്ങളോളം അതിനെ നിലനിർത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അല്ലെ? അതായത് യുവാക്കളിൽ തൻ്റെ ഉള്ളിലെ ആ ഒരു വസന്തകാലത്തിന്റെ ആ ഒരു ഉത്സാഹത്തിനെയും ആ ഒരു ഊർജ്ജസ്വലതയും എല്ലാം യുവാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെ കാലങ്ങളോളം അവരുടെ ഉള്ളിൽ ആ ഒരു ഭാവം, ആ ഒരു ഉത്സാഹം നിലനിർത്താനാണ് കവി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കവി എന്താ ചെയ്യുന്നത്? യുവാക്കളുടെ ഉള്ളിൽ നിന്നും യുവാക്കളിലുള്ള ആ ഒരു ആലസ്യ ഭാവത്തിനെ എല്ലാം വലിച്ചെടുത്തുകൊണ്ട് അതിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഉത്സാഹത്തിനെയും ആത്മവിശ്വാസത്തിനെയും എല്ലാം അദ്ദേഹം അവരിലേക്ക് നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കവി ഉൻ ഫൂലോं को अपनी नवजीवन के अमृत से सींचकर उन्हें अनंत
विकसित विकसित करना चाहते हैं, अनंत तक विकसित करना चाहते हैं, है ना. वो അദ്ദേഹത്തിന്റെ നവജീവിതത്തിലെ ആ ഒരു അമൃതമുണ്ടല്ലോ, വസന്തകാലം എന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വസന്തകാലം എത്തിക്കഴിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ വസന്തകാലത്തിന്റെ ആ ഒരു അമൃതത്തിനെ ആ പൂക്കളിലേക്ക് വർഷിച്ചുകൊണ്ട് അതിനെ കാലങ്ങളോളം അല്ലെങ്കിൽ അതിനെ നീണ്ട കാലത്തോളം അതിനെ നിലനിർത്താൻ, അതിന്റെ ആ ഒരു സൗന്ദര്യം നിലനിർത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. तीसरा प्रश्न देखिए, कवि पुष्पों की तंद्रा और आलस्य दूर हटाने के लिए क्या करना चाहते हैं. कवि पुष्पों की तंद्रा और आलस्य दूर हटाने के लिए क्या करना चाहते हैं. कवि ആ ഒരു പൂക്കളിലെ ആ ഒരു തന്ത്ര और आलस्य को दूर हटाने के लिए, ആ ഒരു ആലസ്യ ഭാവത്തിനെ, ആ ഒരു അലസ ഭാവത്തിനെ അദ്ദേഹം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, മാറ്റുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്, എന്ത് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിയേ. കവി എന്ത് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ കവിത വായിച്ചതല്ലേ. അപ്പൊ കവി ആ പുഷ്പങ്ങളിലെ ആ ഒരു അലസ്യ ഭാവത്തിനെ, ഉറക്കം നടിച്ചതുപോലെ കിടക്കുന്ന ആ ഒരു ഭാവത്തിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കവി എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കവി പുഷ്പോं की तंद्रा और आलस्य दूर करने के लिए उन पर अपने स्वप्निल तथा कोमल हाथ फेरना चाहते हैं, जिससे पुष्प चुस्त सजग तथा महक बिखेरते हुए पुष्पित पल्लवित हो सके. वह उनके वसंत को मनोहर प्रभात का संदेश देना चाहते हैं. ऐसे करते हुए कवि चाहते हैं कि फूल खिलकर वसंत के सौंदर्य को और भी मनोहारी बना दे. അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്. फूलों पर अपनी मृदुल कोमल स्वप्न तुल्य मृदुल कोमल हाथों से उन फूलों को क्या करना चाहते हैं. उन फूलों को वो फेरना चाहते हैं. उन फूलों को फेर कर उन सभी को चुस्त बनाना चाहते हैं, उन सभी को सजग रखना चाहते हैं. महक बिखेरते हुए उन पुष्पित पल्लविद हो सके. അദ്ദേഹം അതിലൂടെ തന്റെ ആ ഒരു അമൃതത്തിനെ അതിലേക്ക് പകർന്നുകൊണ്ട് അവരെ സ്ഥിരമായി അതിലെന്താണ് അവരെ നിലനിർത്താൻ ആഗ്രഹിക്കുകയാണ്. അവരിൽ ആ ഒരു ഉത്സാഹവും ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു എന്താ പറയുക ഉത്സാഹം അവരിൽ നിലനിർത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. क्वेश्चन एक्सप्लेनेशन हो चुके हैं. आगे आप लोगों की ग्रामर पोर्शन है. ग्रामर पोर्शन ऐसे ही हम पढ़ेंगे तो आप लोगों को समझ में आने में थोड़ा दिक्कत लगेगी, इसीलिए मैं ज़रूर आप लोगों के लिए इसका एक सेकंड पार्ट लूँगी. ഈ ഗ്രാമർ പോർഷൻ വിശേഷനാണ്. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് ശരിയാവത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്ക് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ ഗ്രാമറിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ക്ലാസ് ഞാൻ ഷുവറായിട്ട് എടുക്കുന്നതായിരിക്കും. വിശേഷൻ ഒന്ന്, രണ്ടാമത്തത് അലങ്കാരം എന്ന് പറയുന്നത്. ഇതിൽ അലങ്കാരം കൂടി കുറച്ച് കവിതാ പോർഷൻസിൽ നിങ്ങൾക്ക് അലങ്കാരം ഉണ്ട്. പുനരുക്തി, പ്രകാശ് അലങ്കാർ, അനുപ്രാസ് അലങ്കാർ, രൂപക അലങ്കാർ, പിന്നെ വിശേഷൻ ടോപ്പിക്. അപ്പോൾ അലങ്കാരം വിശേഷനും ഉണ്ട്. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത ക്ലാസ് എടുക്കുന്നതായിരിക്കും, വിശേഷൻ ടോപ്പിക്കിൻ്റെ, അതുപോലെ തന്നെ പ്ലസ് അലങ്കാറിൻ്റെയും. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.